ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് NSWയിലെ മൺമറ സ്റ്റേറ്റ് റിസർവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്നാപ്പേഴ്സ് പോയിന്റിലാണ് നമ്മൾ ഇന്നുള്ളത്. സോ ഇവിടുത്തെ കുറേ എന്താ പറയുക വ്യൂ പോയിൻറ്റ്സും ബീച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണാം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സച്ചിൻ. ലെറ്റ്സ് റോൾ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്നാപ്പേഴ്സ് പോയിന്റ് പറഞ്ഞൊരു സ്ഥലത്തോട്ടാട്ടോ. ഈ കാണുന്ന ഏരിയ മൊത്തം മൺമറ സ്റ്റേറ്റ് കൺസർവേഷൻ ഏരിയയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ബീച്ചുകളും വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഈ സ്ഥലത്തോട്ട് എൻ്റർ ചെയ്യാൻ നമ്മളൊരു എൻട്രി ഫീസ് പോലെ കൊടുക്കണം. ആ എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. $8 ആട്ടോ നമുക്കിവിടെ കൊടുക്കേണ്ടത്. ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് നടന്ന് വേണം സ്ഥലങ്ങൾ കാണാൻ. കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ സ്ഥലം പോവാം. നല്ല വെയിലാണ് ഇന്ന്. ഏകദേശം 27 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡായത് കാരണം നല്ല തണുത്ത കാറ്റും വരുന്നുണ്ട്. നമ്മൾ സ്നാപ്പർ പോയിന്റിലോട്ട് നടക്കുക. കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ ഒരു ഏരിയ കുറച്ച് എന്താ പറയുക സിറ്റി സൈഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല. ഒരു എന്താ പറയുക ഒരു മേ ബി 20-30 അത്രയേ ഉണ്ടാവുള്ളൂ. ഈ എൻട്രിയിൽ നിന്നൊരു 5 മിനിറ്റ്സ് വാക്ക് ചെയ്താൽ നമുക്ക് ഈ സ്നാപ്പർ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടും. ഇവിടെ നിന്ന് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഈ ടാസ്മാൻ സീയുടെ ഒരു മനോഹരമായ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ബോൺഗോൺ ബീച്ചും, അതുപോലെ ലെഫ്റ്റ് എൻഡിൽ വന്നാൽ നമുക്ക് സീ കേവും കാണാൻ പറ്റും. നിങ്ങൾ തന്നെ പറ, ഇതൊരു കിടിലൻ വ്യൂ തന്നെയല്ലേ? കുറേ ആൾക്കാർ താഴെ നിന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ ഹാപ്പിയായി അവിടെ നിന്ന് മീൻ പിടിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീ കേവ്. സീ കേവ് നമുക്ക് മേലെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ, താഴെ പോകാൻ പറ്റില്ല. കാരണം താഴെ പോകാൻ ആക്സസ് നമുക്കില്ല. അപ്പോൾ നമ്മൾ സ്നാപ്പേഴ്സ് പോയിന്റ് കണ്ടു. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വേറെ എന്തെങ്കിലും പോയിൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കുറേ എന്തൊക്കെയോ ബീച്ചസൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ആക്സസിബിൾ അല്ല. എന്ന് വെച്ചാൽ റോഡ് എന്താ പറയുക റോഡ് കണക്ടിവിറ്റിയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറേ ബുഷസും പിന്നെ കുറച്ച് ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അവിടെ എത്താൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ഒന്നും പോകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് പറ്റുമോ നോക്കാം. നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് അറിയാം. കൂട്ടിയാൽ കൂടുമെങ്കിൽ നമ്മൾ പോവും, അല്ലെങ്കിൽ നമുക്ക് വേറെ പോകാൻ പറ്റിയ ആക്സസിബിൾ ആയിട്ടുള്ള ബീച്ചസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഫുൾ വീഡിയോ കണ്ട് റോൾ. നമ്മളങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഗേഴ്സ്, അങ്ങനെ നമ്മൾ നടന്ന് ഒരു ബീച്ചിലോട്ട് പോവാട്ടോ. ഒരു കേവ് ബീച്ച് എന്ന് പറയുന്നൊരു സംഭവം. അച്ചു ബാട്ടവലൊക്കെ എടുത്ത് വരുവാണ്. എന്താ ഉദ്ദേശം എന്നറിയില്ല. പക്ഷേ യെസ്, നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. എത്ര ദൂരം ഉണ്ടെന്നറിയില്ല. ഇവിടുന്ന് 15 മിനിറ്റ്സ് വാക്കാന്നാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. എക്സാക്ട്ലി എത്രയാണെന്ന് അറിയില്ല. ഡിസ്റ്റൻസ് മേ ബി 1 കിലോമീറ്റർ ഒറ്റ നടക്കാനുണ്ടാവും. അത്രയുള്ളൂ. സോ ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സോളം നടന്നു കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബീച്ചിൻ്റെ വ്യൂ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ മൊത്തം കുറ്റിക്കാടാട്ടോ. അതിനിടയിൽ ഒരു വീടുകളുടെ തന്നെ കൂമ്പാരം കാണുന്നുണ്ട്. ആരാണോ ഇവിടെ താമസിക്കുന്നത്? ചൂട് കൊള്ളാതിരിക്കാൻ അച്ചുവിൻ്റെ ഐഡിയ ബാത്ത് ടവലെടുത്ത് തലയിലിട്ടിരിക്കണ്ടോ. നല്ല രസമുണ്ട്. നടന്ന് തളരാതെ പോകുന്നു. വിന്റർ ആയ എത്ര സീൻ ഉണ്ടാവില്ല തോന്നല്ലേ? ഇവിടുത്തെ ആൾക്കാർക്കൊന്നും സീനില്ലല്ലോ. ഇത് നമ്മൾക്ക് മാത്രമല്ലേ സീൻ. വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ബോഡി അങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദൈവം ഇന്ത്യൻസിന് വെയിൽ കൊള്ളാൻ പറ്റില്ല. ഇതിലൊരു ചെറിയൊരു വഴിയുണ്ട്, പക്ഷെ അത് ഭയങ്കര ഒരു ചെറിയ വഴിയാണ്. അതിലെന്നാളും പോകില്ല തോന്നി. ഈ മാപ്പ് നോക്കിയാൽ ഇപ്പോൾ ചിലപ്പോൾ വഴിയാണ് കേട്ടോ.
അതിലെയാ പോവണ്ടേ. Oh no. Let's go that way. ചെറിയ വഴിയിലൂടെയാണ് ഇനി നമുക്ക് നമ്മളുടെ യാത്ര. ഈ പാമ്പോ മറ്റോ ഉണ്ടാവേണ്ടിയിരുന്ന മതി. അത് ഞാൻ ചെരുപ്പ് ഇട്ടിട്ടേ വന്നിട്ടില്ല. ബീച്ചിൽ പോകുമ്പോ ചെരുപ്പാടുണ്ട്. ബീച്ചിൽ പോകുമ്പോ ചെരുപ്പാടുണ്ട്. പക്ഷെ നമ്മൾ ഗോസ്റ്റീസ് ബീച്ച് തപ്പി നടന്നിപ്പോൾ വഴിയൊന്നും ഇല്ലാണ്ട് കാടിൻ്റെ നടുവിൽ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, കാരണം ഇതിലെ വഴിയൊന്നും കാണുന്നില്ല. കാരണം ഒരു ചെറിയൊരു ട്രെയിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഗോസ്റ്റീസ് ബീച്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴിയും ഇല്ല. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതായിരുന്നു നമ്മളെ വഴി. ഇതാണ് നമ്മുടെ വഴി. ഇവിടം വരെയാണ് വഴിയില്ല കേട്ടോ. അതിനുശേഷം ചെറിയൊരു വഴിയാണ്, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആ വഴിയെല്ലാം മുനിസ് ബീച്ച് ആക്ച്വലി ഈ സൈഡാണ്. ഇങ്ങോട്ടേക്ക് വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് കാണാം, മൊത്തം കാട് പിടിച്ച പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മടങ്ങുകയാണ് ഗൈസ്. ഈ ബീച്ച് നടക്കില്ല, അടുത്ത ബീച്ച് തപ്പി പോവാം. ഇനിയിപ്പോൾ തിരിച്ച് ഓൾ ദ വേ അങ്ങോട്ടേക്ക് നടക്കണം. എന്നെ പൊക്കിക്കൊണ്ട് പോവോ? ഗോസ്റ്റീസ് ബീച്ചും ഇല്ല, ഗോസ്റ്റ് കാണിക്കാൻ പോലും ഇവിടെ ഒരാളില്ല. ഇതാണ് അവസ്ഥ. വീണ്ടും ഈ വെയിലത്ത്, പൊരി വെയിലത്ത് തിരിച്ചടക്കാണ് ഗൈസ്. എല്ലാം നിന്റെ ഐഡിയ. അടുത്ത ബീച്ച് തപ്പി പോവാം. രസമാണ്, വെറുതെ നടക്കാം ഇങ്ങനെ ഇതുപോലെ. ഈ നട്ടപ്പൊരിയുന്ന വെയിലത്ത് നല്ല രസമുണ്ട്. ഇവിടെ എപ്പോഴും പൊയിലാണല്ലോ, പിന്നെന്ത് ചെയ്യാനാണ്. ഇപ്പോൾ വന്നാൽ ഇതവസ്ഥ. ഗോസ്റ്റീസ് ബീച്ച് നമ്മളെ ചതിച്ചെന്ന സങ്കടത്തോടെ നമ്മൾ തളരാണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.